ഹലോ വ്യൂവേഴ്സ്, ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. അതായത് കോളിഫ്ലവർ ഫ്രൈ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ സിമ്പിളാണത്. ഇതിന് വേണ്ടതായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു ചെറിയ കോളിഫ്ലവർ, അതിൻ്റെ പൂക്കളൊക്കെ അടർത്തി നല്ലപോലെ വെള്ളത്തിൽ കുറച്ച് നമ്മൾ വിഷമൊക്കെ ഇല്ലാണ്ട് ആവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തതാണത് കോളിഫ്ലവർ, ഇതളുകൾ അടർത്തിയത്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മാരിനേഷനാണ്. അതിന് ഒരു പാത്രത്തിലേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇടാം. വെള്ളം അധികം ഇല്ലാത്തൊരു രൂപത്തിൽ വേണം ഇടാനായിട്ട്. അതിനുശേഷം ഏതാണ്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇടുക. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേരുവക നന്നായി ഒന്ന് ഇതിൽ പുരട്ടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് പുരട്ടി വയ്ക്കണം. അതിന് ശേഷം നമുക്കിതിനെ ആവിയിൽ ഒന്ന് വാട്ടി വേവിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ ഇതാണ്ട് 3 ടേബിൾ സ്പൂൺ, ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട് മൈദ ഇടുക. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 സ്പൂൺ, ഉപ്പുപൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ഐറ്റംസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇതിൽ പറയാനുള്ളൊരു കാര്യം, ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ മുട്ട, അത് വെജിറ്റേറിയൻസിനായതുകൊണ്ട് മുട്ടയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഒരു കട്ടി ബാറ്റർ തയ്യാറാക്കാം. ഇതുപോലെ നല്ല കട്ടി ബാറ്റർ തയ്യാറാക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇടാം. നന്നായി മിക്സ് ചെയ്ത് ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്കിതുപോലെ നന്നായി പുരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പിടിക്കും. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. വേവിച്ച് വെച്ചതായിട്ടുള്ള കോളിഫ്ലവർ എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മുട്ട ചേർക്കുന്നത് ഞാൻ ഇപ്രാവശ്യം ഒഴിവാക്കിക്കാണ്. സാധാരണഗതിയിൽ മുട്ട ചേർക്കാറുണ്ട്. ആവശ്യം തോന്നണമെങ്കിൽ ഇത്ര കോളിഫ്ലവറിൻ്റെ ഈ മിക്സിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്താൽ മതിയാവും. ഇത് പ്യുവർ വെജിറ്റേറിയൻ ഡിഷ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഞാൻ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാവുമ്പോൾ അതിൽ വറുത്തെടുത്താൽ മതി. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്.
അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം ആദ്യം ഇടാനായിട്ട്. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് വയ്ക്കത്തില്ല. ഒന്ന് മറിച്ചിടുക, ഫ്ലെയിം വീണ്ടും കൂട്ടിയിടുക. നല്ല ഫ്ലെയിമിലത് വറുത്തെടുക്കാം. അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ ഫ്രൈ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സോസിനോടൊപ്പം ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.